ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 65 സങ്കീർത്തനം 9 വാക്യം, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. സാരാംശം ഫലപുഷ്ടിക്കായുള്ള സന്ദർശനം. നാം പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ ഒരു വലിയ ചിന്ത നമുക്കിവിടെ കാണാം. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ 3 സംഭവങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്ന്, ഇസഹാക്കിൻ്റെ കാലത്ത് ദേശത്ത് കടുത്ത ക്ഷാമം ഉണ്ടായപ്പം മിസ്രൈമിലേക്ക് താമസം മാറ്റാൻ ഇസഹാക്ക് ആഗ്രഹിച്ചു. അത് നമ്മളാണേലും ആഗ്രഹിച്ചു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടിട്ട് അതിന് തടസ്സമിട്ട് കർത്താവ് അവനോടൊരു ആലോചന പറഞ്ഞു, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു ആലോചന പറഞ്ഞപ്പോൾ താൻ അനുസരിച്ചു, അവിടെ തന്നെ താമസം ആരംഭിച്ചു, പോയില്ല. ആ ആണ്ടിൽ ഒരു വരൾച്ചയുടെ ആണ്ടായിരുന്നു. എങ്കിലും ആ വരൾച്ച മുറ്റു നിൽക്കുന്ന ആ ആണ്ടിൽ ഇസഹാക്ക് വിതയ്പ്പാനിടയായി. നന്നായിട്ട് ഒരുക്കി വിതച്ചു. 100 മേനി വിളവ് നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയിരുന്നെങ്കിലും അവിടെ ചെന്ന് ക്ഷാമത്തിന്മേൽ ക്ഷാമം വന്ന് ബുദ്ധിമുട്ടും ദുഃഖത്തിലും വേദനയിലും ആയിരുന്നതിന് പിന്നെ ദൈവത്തോട് അനുദപിച്ച് ഏറ്റുപറഞ്ഞാലും ആ അനുഗ്രഹം പിന്നെ ലഭിക്കും. അപ്പോൾ ദൈവം നമ്മളോടും ഇതുപോലെ ചില കാര്യങ്ങൾ, നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ദൈവം ഇടപെട്ട് പറയാറുണ്ട്, ഇവിടെ താമസിക്കാം, ഈ വരൾച്ചയൊന്നും നീ ഭാരപ്പെടേണ്ട, ഞാനല്ലയോ കൂടെ ഉള്ളത്, ഞാനല്ലയോ വരൾച്ചയും നദിയും മഴയും മഞ്ഞുമൊക്കെ പെയ്യിക്കുന്നത്, നീ ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക അസ്വസ്ഥതകൾ അങ്ങ് കൂടും. അയ്യോ, നാളെ ആ കടക്കാരൻ വരും, മറ്റന്നാൾ ആ ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്, അത് കഴിഞ്ഞ് പോളിസി അടയ്ക്കണം, അത് കഴിഞ്ഞ് മറ്റു പലത്, അടവ്, വരവില്ല, ചിലവ് കൂടുതൽ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ അപ്പോൾ സാത്താനോട് ദൈവാത്മാവിൽ പറയണം, ദൈവം എന്നോട് പറഞ്ഞു ഇവിടെ പാർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. അങ്ങനെ മഹത്വം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാം അധ്വാനിക്കുമ്പോൾ വിളവ് ഭയങ്കരമായിരിക്കും. അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന് നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ 3 സംഭവങ്ങളാണല്ലോ പറഞ്ഞത്. ഏലിയാവിൻ്റെ കാലത്ത് വരൾച്ച കൃഷിയെ ഫലശൂന്യമാകുമ്പോൾ മഴയാകട്ടെ അതിനെ ഫലസമൃദ്ധമാക്കി മാറ്റുന്നൊരനുഭവമാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ ഏലിയാവിൻ്റെ കാലത്ത് 3.5 വർഷം മഴ പെയ്യാതിരുന്നപ്പോൾ ഉണ്ടായ കെടുതികൾ വളരെ വളരെ വലുതായിരുന്നു. രാജാവിൻ്റെ മൃഗങ്ങൾക്ക് പോലും പുല്ല് കിട്ടാതെയായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ സന്ദർശനം ഇസ്രായേലിലുണ്ടായി എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കൈ ഉയരുന്നത് പോലെ ഒരു ചെറുമേഘത്തെ ബാല്യക്കാരൻ കണ്ടു ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ. ആ ദേശത്തെ മുഴുവനും അത് നനച്ചു വൻമഴയാക്കി ദൈവം മാറ്റി. ആ വരൾച്ചയെ മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. എലീശയുടെ കാലത്തോ ദൈവിക സന്ദർശനത്തിലുണ്ടാകുന്ന സമൃദ്ധിയെ കാണിക്കുന്ന അനേക പദങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാം. 65 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും, വെള്ളം നിറഞ്ഞിരിക്കുന്നു, മുളയെ നീ അനുഗ്രഹിക്കുന്നു, നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹപ്രദമായ വാക്യങ്ങളാണ്. പുഷ്ടി എന്ന പദം 3 പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പുഷ്ടി നുകങ്ങളെ തകർക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. പ്രവാചക ശിഷ്യൻ്റെ മക്കളെ അത് പിടിച്ചുകൊണ്ടു പോകാനായി കടക്കാർ വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചക ശിഷ്യൻ ഒബദ്യാവായിരിക്കാമെന്നും തിരുവചനത്തിൽ വായിക്കുന്നു. ക്ഷാമത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ ഓബദ്യാവ് ദൈവദാസന്മാരെ തീറ്റിപ്പോറ്റി. പിന്നീട് പുള്ളി കടക്കാരനായി താൻ മരിച്ചു.
കാശ് കൊടുക്കാനുള്ളവർ ചങ്ങലകളുമായി വന്നു. ഓബദ്യാവിൻ്റെ മക്കളെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി. അനാഥർക്കും വിധവകൾക്കും അതേ സംരക്ഷകനായ ദൈവം അവരെ കൃപയാൽ സന്ദർശിച്ചു. ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു ഭരണി എണ്ണയെ ദൈവം വർദ്ധിപ്പിച്ചു. കടമെല്ലാം വീട്ടുവാൻ മാത്രമല്ല, ഉപജീവനത്തിനും കൂടിയുള്ള സമൃദ്ധി ആ എണ്ണയിലൂടെ കിട്ടി. ആ പുഷ്ടി അഭിഷേകം നിമിത്തം ശത്രുവിൻ്റെ നുകം തകരുവാനിടയായി തീർന്നെങ്കിൽ നാം 3 കാര്യം ചിന്തിച്ചു. ആ 3 കാര്യത്തിലും ദൈവിക ഇടപെടലുണ്ടായി. ദൈവം സമൃദ്ധി നൽകി. അനുഗ്രഹിച്ച ദൈവം ഇന്ന് ഈ പകലിൽ ഈ സങ്കീർത്തനത്തിലൂടെ ആലോചന കേട്ട ദൈവജനവും അനുഗ്രഹിക്കപ്പെടും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം. പരിശുദ്ധ പിതാവ്, തിരുവചനം അംഗീകരിച്ചു തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.